നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് പുതിയ ഭാവുകത്വം നൽകിയ തിരക്കഥകളുടെ രചയിതാക്കളാണ് ഇന്ന് JB ജംഗ്ഷനിൽ വരുന്നത്. മറ്റാരുമല്ല, ബോബി സഞ്ജയ് ടീം. ഇരുവരെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ബോബി, സഞ്ജയ്. ബോബി ഒരു ഡോക്ടറാണ്, സഞ്ജയ് എന്താണ്? ഇതൊക്കെ തന്നെയാണ്, വേറെ ജോലിയൊന്നും അറിയില്ല, സിനിമ മാത്രം. ബോബിയോട് പറഞ്ഞ മഹാ തരികടയാന്നാണ് പറഞ്ഞത്. ഞാൻ ഡോക്ടറും സഞ്ജയ് തരികടയാന്ന് പറഞ്ഞു. അങ്ങനല്ലേ പറഞ്ഞു? ഞാനൊരു ദിവസം ഫോൺ വിളിച്ചു, അങ്ങനെ പറഞ്ഞ കാര്യം പറയരുതെന്ന് പറഞ്ഞില്ലായിരുന്നു. അല്ല, രഹസ്യമായിട്ട് പറയാന്നല്ലേ പറഞ്ഞു. നിഷേധിക്കുന്നില്ല. ബോബി ഒരു ഡോക്ടറായിട്ടും ഈ കലയുടെ ലോകത്തിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പറന്ന് കളിക്കണമെന്ന് വിചാരിച്ചെന്തുകൊണ്ടാണ്? ഒരു പരിധിവരെ നമ്മുടെ ജീൻസിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു, രക്തത്തിൽ ആ ദൂഷ്യം വന്നു പോയി. അതിന്റെ ബേസിക് കാരണം ഞങ്ങളുടെ ബെല്ലിച്ചനാണ്, ജോസ് പ്രകാശ്. ഞങ്ങൾ ബേച്ചാരെന്ന് വിളിക്കും. പിന്നെ ബേച്ചാൻ്റെ കൂടെ ഞങ്ങളുടെ ഫാദർ സിനിമയിലെത്തി, ഞങ്ങളുടെ കസിൻ ഡെന്നിസ് ജോസഫ് സിനിമയിലെത്തി. അപ്പോൾ ഇവരെല്ലാവരും കൂടെ സിനിമയിലെത്തിയപ്പം ഞങ്ങൾക്കും നാച്ചുറലി അങ്ങോട്ടൊരു ചായ്വ് വന്നു. ബോബി സഞ്ജയ് രണ്ടുപേരും കുടുംബത്തിലെ പല ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ പല ആൾക്കാരിൽ നിന്ന് ഞാൻ ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടും ചില വിവരങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ പേരൊന്നും കൂട്ടിയിരുന്നു പറഞ്ഞു. ഒരു കുടുംബത്തിലൊരു കലഹം ഉണ്ടാകേണ്ടതില്ലാന്ന്. ഞാൻ പറഞ്ഞു ഞാനായിട്ടൊന്നും പറയില്ല, അവരെ കൊണ്ട് രണ്ടുപേരെയും കൂടി പറയിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ബോബി നല്ലൊരു ഡോക്ടറായി, MBBS MD എടുത്തു, MD മെഡിസിൻ. ഇപ്പോൾ കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യും. കോട്ടയത്ത് മെഡിക്കൽ സെന്റർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തു. രോഗികളൊക്കെ ഉണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ട്. അതും കുഴപ്പമില്ല. നന്നായി പിഴിയുന്നുണ്ടാ? അറിയില്ല അതിനെപ്പറ്റി. ആ ഏരിയയിൽ ഞാൻ അത്ര ഇടപെടാറില്ല. അദ്ദേഹത്തിന്റെ നീ കള്ളം പറയാ, നീ ഉള്ള കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ സിനിമാക്കാരിയെ സംസാരിക്കാറില്ല. കോട്ടയംകാർക്ക് നല്ല ഉടായ്പുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരിക്കലും മെഡിസിൻ സംസാരിക്കാറില്ല. ഇല്ല, ഞങ്ങൾ മറ്റു കാര്യം അതൊഴികെയുള്ള ബാക്കിയെല്ലാം സംസാരിക്കാറുണ്ട്. ബോബിയുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള സമവാക്യത്തെക്കുറിച്ച് സഞ്ജയ് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. സിനിമയാണ്, പഴയ കണ്ട സിനിമകളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പണ്ട് സിനിമകൾ കാണാൻ തുടങ്ങിയത്. നിങ്ങൾ തമ്മിൽ 4 വയസ്സിൻ്റെ അല്ലേ? 4 വയസ്സ്. പക്ഷെ യഥാർത്ഥത്തിൽ മൂത്തത് ആരാണ് ആക്ച്വലി? ചോദിച്ചത് ആലങ്കാരികമായിട്ടാണ്. ചില സമയത്ത് ഞാൻ ചേട്ടനാവും, ചില സമയത്ത് അദ്ദേഹം ചേട്ടനാവും. അങ്ങനെയാണ്. അപ്പം ഒരു സ്ഥിരമായ ഒരു ജ്യേഷ്ഠ അനുജ സ്വഭാവം നിങ്ങൾക്കില്ല, മാറി മറിഞ്ഞിരിക്കും. ഓരോ മുഹൂർത്തങ്ങളും സാഹചര്യങ്ങളാണ് നിങ്ങൾ ജ്യേഷ്ഠന്മാരെ അനുജന്മാരെ സൃഷ്ടിക്കുന്നത്. ഒരു പക്ഷേ എന്താ കാരണം വെച്ചാൽ ജ്യേഷ്ഠനീയന്മാർ ഒരുമിച്ച് തിരക്കഥ എഴുതുന്നു, സിനിമ വിജയിക്കുന്നു, സിനിമ പൊട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള വലിയൊരു എന്താ പറയുക, ഇത് ഏറ്റവും വലിയ റിസ്ക് ഉള്ളൊരു മേഖലയാണത്. പ്രശസ്തിയിൽ നിന്ന് നേരെ താഴെ അങ്ങോട്ട് കൂപ്പുകുത്താൻ പറ്റും, അത്രത്തോളം വോളട്ടൈലായിട്ടൊരു മേഖലയാണ്. നിങ്ങൾ കണ്ടുവളർന്നതാണ്. ഇപ്പം ജോസ് പ്രകാശ് എന്നുള്ള വലിയ ഇതിഹാസ നടൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് നിങ്ങൾ. പ്രേം പ്രകാശ് പിതാവ്, ഡെന്നിസ് ജോസഫ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ കലാകാരന്മാരായിട്ട് കുടുംബത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യവസായത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതിൻ്റെ ഗുണവും ദോഷവും. എന്താണ് ഗുണം സഞ്ജയ്? ഗുണം മാത്രമേ പറയാനുള്ളൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫാദർ 18 സിനിമകൾ നിർമ്മിച്ചു. അതിൽ ആകാശദൂത് പോലെയുള്ള സൂപ്പർ ഹിറ്റുകളുമുണ്ട്. കൂടെവിടെ ആകാശദൂത് പോലുള്ള സൂപ്പർ ഹിറ്റുകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കടം വീട്ടാൻ വേണ്ടി കാറ് വിൽക്കേണ്ടി വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ ബോധവാന്മാരാണ്. ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ ഈ നിലനിൽപ്പ് സ്ഥായി. പക്ഷെ അദ്ദേഹം നിർമ്മിച്ച് പൈസ കളഞ്ഞു, പൈസ ഉണ്ടാക്കി. പത്മരാജൻ്റെ ഒക്കെ പെരുവഴി അമ്പലം പോലുള്ള സിനിമകൾ നിർമ്മിച്ച് പക്ഷേ ഒരുപാട് പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹം വാങ്ങിക്കൂട്ടി. പക്ഷെ നിങ്ങൾ പൈസ കളഞ്ഞുള്ളൊരു പരിപാടിക്ക് നിന്നിട്ടില്ല. അല്ല, ഭാവിയിൽ ഞങ്ങളൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് കൂടുന്നില്ല. നിങ്ങൾ വിളവന്മാരാ. അല്ല, പൈസ ഈ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും കുറച്ച് സേഫ് ആയിട്ടുള്ളൊരു അതൊരു, പക്ഷേ അത് നേരത്തെ പറഞ്ഞ ഗുണമാണ്. ഞങ്ങളുടെ അച്ഛനെ കണ്ടു വളർന്നതിന്റെ ഗുണമാണ്. അതെയോ ഈ പറഞ്ഞ തലമുറകൾ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി കൃത്യനിഷ്ഠത ഈ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങളിൽ റിയലിസ്റ്റിക് അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷേ ഭാവിയിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കാം ഞങ്ങൾ. ഇപ്പം ഞങ്ങളുടെ ഫാദറിന് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, അത് വളരെ ആക്റ്റീവാണ്. അപ്പം ഞങ്ങളും അതിൽ വളരെ ഇൻവോൾവ് ആണ്. ഫാദർ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അതിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. ബോബി, ഈ ലാഭനഷ്ടങ്ങൾ എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞാൻ വേറെ കൊണ്ടല്ല, ഭൂപ്രദേശങ്ങളെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ പൈസയുടെ കാര്യത്തിൽ നിഷ്ഠയെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഇത് ഞാൻ വെറുതെ പറയണതല്ല. അതായത് കോട്ടയംകാർ 1 രൂപ കളയണമെങ്കിൽ ഒരു 10 വട്ടം ആലോചിക്കും.
പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത്രത്തോളം ഈ പറഞ്ഞ സാമ്പത്തിക സമവാക്യങ്ങളെക്കുറിച്ച് നല്ല നിഷ്ഠയും ബോധ്യവും ധാരണയും ഉള്ള ആൾക്കാരാണ് ആ ഭാഗത്തുള്ള ആൾക്കാർ. ചില ആൾക്കാർ പറഞ്ഞ റബ്ബറിൻ്റെ മനസ്സെന്നും പറയും ആൾക്കാർ. സഞ്ജയ് അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങളെ പറ്റി അങ്ങനെ നിങ്ങളെ വളരെ അപവാദം, നിങ്ങൾ വളരെ നല്ല ആൾക്കാർ. അതാണ് എടുത്തു പറയണം. കോട്ടയത്ത് ഞങ്ങൾ മാത്രം, ബാക്കി എല്ലാവരും കുഴപ്പമാണ്, ഞങ്ങൾ മാത്രം. തിരിച്ചുകൾ കോട്ടയത്തേക്കാണ് പോകേണ്ടത്. ഞാനിപ്പോ എറണാകുളംകാരനാണ്. എനിവേ, നമുക്കൊരു ശബ്ദം കേൾക്കാം. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ ശബ്ദം തിരിച്ചറിയാൻ ആരും ബുദ്ധിമുട്ടുണ്ടാവില്ല. വരട്ടെ. ഹലോ, സഞ്ജു ബോബി. എൻ്റെ അതൊരു ചോദ്യം മാത്രമല്ല, നിങ്ങൾക്കുള്ളൊരു അഭിനന്ദനം കൂടെയാണ്. സാധാരണ തിരക്കഥാകൃത്തുക്കൾക്കാണെങ്കിലും സംവിധായകർക്കാണെങ്കിലും സിനിമയിൽ വിജയവും പരാജയവും എണ്ണം എടുത്ത് നോക്കിയാൽ തുല്യമോ പരാജയങ്ങളുടെ എണ്ണം കൂടുതലുമാണ് സാധാരണ കണ്ടു കാണുന്നത്. പക്ഷെ ചെയ്ത സിനിമകളിൽ എല്ലാം വിജയം വരികയും വലിയ വിജയം വരിക്കാതെ പോയ അപൂർവം ചിലത് പോലും മറ്റ് പലതരത്തിലും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ എഴുതിയ ഒരു സിനിമകളും ശ്രദ്ധിക്കപ്പെടാതെയോ ജനങ്ങൾ അറിയാതെയോ പോയില്ല. സക്സസ് മാർജിൻ ഇത്രയും ഉയരത്തിൽ കീപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു റൈറ്റേഴ്സും മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾ ഈ വിജയം ഇങ്ങനെ നിലനിർത്തുന്നത്? ഞങ്ങളുടെ ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ ഞങ്ങളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഡെന്നിസ് ചേട്ടാ. കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾക്ക് അന്നും ഇന്നും തോന്നിയിട്ടുള്ളത് വളരെ ചടുലമാണ് പുള്ളിയുടെ സ്ക്രിപ്റ്റുകൾ. നമ്മൾ ഒരു സീനിൽ നിന്ന് നെക്സ്റ്റ് സീനിലോട്ട് പോകുന്ന അറിയില്ല. എല്ലാ സിനിമകളും, ഇപ്പോൾ രാജാവിൻ്റെ മകനാണെങ്കിലും ന്യൂഡൽഹി ആണെങ്കിലും ഇപ്പം ടി വിയിൽ ഒരു പകുതി വെച്ച് തുടങ്ങിയാലും ഞാൻ മുഴുവൻ കാണും. തെല്ലും വിരസതയില്ല, ഒരു വിരസതയില്ല. ഡെന്നിസ് ചേട്ടൻ പറഞ്ഞപ്പോൾ ബോബിയാണ് മൂത്തതെങ്കിൽ സഞ്ജയ് ബോബി എന്ന് പറയുന്നു. അതെന്താ അതിന്റെ കാര്യം? അതൊരു താളം, അതുകൊണ്ടാണ്. അതായിരിക്കും. അപ്പം ആരാ മൂത്താന്ന് ഇപ്പൊ ഒരു സംശയം എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടുണ്ട്. അല്ല, ഞാൻ ശ്രദ്ധിച്ചത് എന്താ കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ച അദ്ദേഹം ആദ്യം കഴിഞ്ഞ ശേഷം രണ്ടാം ഘട്ടത്തിൽ അത് മാറ്റി പിടിച്ച് ബോബി സഞ്ജയ് ആക്കുമെന്ന് ചോദിച്ചു. പക്ഷെ ഇല്ല, സഞ്ജയ് ബോബി എന്നാക്കിയത്. ഉദയൻ സിബി എന്നൊക്കെ പറയുമല്ലോ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. കുടുംബത്തിലെ മൂത്തയാള് സഞ്ജയ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലോ ബോബി? അത് ഞാനല്ലേ മൂത്ത കുടുംബത്തിൽ. ആണോ? സമ്മതിക്കില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. എല്ലാം വിജയങ്ങളായിരുന്നില്ല. കാസനോവ എന്ന് പറയുന്ന ഒരു വിജയമല്ലായിരുന്നു. ഒരു പാഠം പഠിച്ചോ കാസനോവയിൽ നിന്ന് നിങ്ങൾ? തീർച്ചയായിട്ടും. എന്താ പഠിച്ചത്? അത് പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ, കാസനോവ എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ നോട്ട്ബുക്കിന് ശേഷം ആരംഭിച്ച സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ആ സിനിമ പ്രൊഡക്ഷൻ തുടങ്ങാൻ ഏകദേശം 6-7 വർഷമെടുത്തു. ഞങ്ങൾ ചെയ്തൊരു പ്രശ്നം, ഈ 6 വർഷം മുമ്പ് എഴുതിയ തിരക്കഥ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിലൊരു കൂടുതൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഒരു താരത്തിൻ്റെ പ്രഭാവം കൊണ്ട് മാത്രം ഒരു സിനിമ ഓടും എന്ന് എവിടെയോ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നില്ലേ എന്നൊരു സംശയം. നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? ഇതാ കാസനോവയുടെ സീൻസ് നോക്ക്. ഒരുപക്ഷെ ലാലേട്ടനെ പരമാവധി ഉപയോഗിച്ചൊരു പടമാണ് ബോബി. നിങ്ങൾ 2 ബുദ്ധികൾ ഒരുമിച്ച് ചേർന്നപ്പോൾ എവിടെയെങ്കിലും അതിനകത്തൊരു വിടവും നിങ്ങൾ കണ്ടെത്തിയിരുന്നില്ലേ? ഇത് ചെറിയ പ്രശ്നങ്ങളിനകത്തുണ്ട്. സഞ്ജയ് പറഞ്ഞ പോലെ 6-7 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ പിന്നെ അതിന്റെ കണക്ടിവിറ്റിക്ക് എവിടെയെങ്കിലും ഒരു തകരാറ്. ഒരു പക്ഷേ 6-7 വർഷം മുമ്പ് ഞങ്ങൾ ആ സിനിമ ആലോചിച്ച സമയമുണ്ടല്ലോ, ആ സമയത്ത് അത് വന്നിരുന്നെങ്കിൽ അതൊരു വലിയ ഹിറ്റാവുമായിരുന്നല്ല, ഒരു പക്ഷേ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ജനങ്ങളുടെ ഭാവുകത്വം അല്ലെങ്കിൽ ദൃശ്യ അവബോധം മാറിയപ്പോൾ അതാണ്. അതെ, ചില സിനിമകളെ കുറിച്ച് പറയുന്നു മുമ്പേ പറഞ്ഞ സിനിമ, അത് ഒരുപക്ഷെ 10 വർഷം മുമ്പ് ശേഷം വരേണ്ടതാണ്. ചില സിനിമകൾ മുമ്പ് വന്നു പോകുന്നു, ഇത് മുമ്പ് വരേണ്ടതായിരുന്നു. അങ്ങനെ ഒരു 100% അവകാശവാദമില്ല. എങ്കിലും അത് വന്ന സമയത്ത്, യഥാർത്ഥത്തിൽ റിലീസ് ചെയ്ത സമയത്തേക്കാൾ ഒരു 3-4 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തേനെ എന്ന് തോന്നുന്നു, അറിയില്ല ചിലപ്പോൾ. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഒരു തിരക്കഥ എഴുതുമ്പോൾ ഒരു 10 ഉള്ളിൽ അല്ലെങ്കിൽ 5-8 വർഷത്തിനുള്ളിൽ വെച്ചുകൊണ്ട് അതിനെ വരച്ചു കെട്ടരുത്. ഒരു പ്രത്യേക ജഞ്ചറിൽ വെച്ച് ആ തിരക്കഥ പൂർത്തിയാക്കണം. അല്ലേ? കാരണം വളരെ വലിയൊരു പോയിന്റാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കഥ ആലോചിക്കുന്നു, നമ്മളിത് ആലോചിച്ച് വർഷങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇതേ കഥ അല്ലെങ്കിൽ ഇതേ ഒരു കോൺസെപ്റ്റ് വേറൊരാൾ സിനിമയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിനിമയ്ക്ക് അവിടെ പ്രസക്തിയില്ല. നിങ്ങൾ രണ്ടുപേരും തിരക്കഥ എഴുതാൻ ആരംഭിക്കുന്നു. ബോബി നല്ലൊരു ഡോക്ടറായി മാറുന്നു, നല്ലതെന്നുള്ള ഇൻവേർട്ടർ കോപ്പല. സഞ്ജയന് പോലും വലിയൊരു അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, സഞ്ജയ് നേരത്തെ പറഞ്ഞ സ്വന്തം പിതാവ് പോലും ബോബിയെ കൺസൾട്ട് ചെയ്യുമ്പോൾ അത് ശരിയാണെന്നറിയാൻ വേറൊരു ഡോക്ടറെ വിളിച്ച് ചോദിച്ച ശേഷം മാത്രമേ. ഇപ്പോഴും അങ്ങനെയുണ്ടോ? ഇപ്പോഴും അത്യാവശ്യമുണ്ട്. ഫാദറിന് ആയുർവേദം അതൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളുടെ മെഡിസിനേക്കാളും വിശ്വാസം
അല്ല അങ്ങനെയല്ലേ സഞ്ജയ് പറഞ്ഞത്. സഞ്ജയ് പറഞ്ഞ അദ്ദേഹം ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നല്ല പറഞ്ഞു, വേറെ അലോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്താ പറഞ്ഞത്. വളരെ വിദഗ്ധമായിട്ട് ഒരു 2 ശാഖകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അങ്ങനെയല്ല. അതേ ആശുപത്രിയിലെ വേറെ ഡോക്ടറെ വിളിച്ച് അദ്ദേഹം ചോദിക്കുന്ന പറഞ്ഞു. അതേ ആശുപത്രിയിലല്ല, അതെ, അത്രത്തോളം വിശ്വാസമുണ്ട്. വലിയ വിശ്വാസമാണ്. ഒരുപക്ഷെ ഈ ബോബി ഇങ്ങനെ കൈക്കുഞ്ഞായിട്ടൊക്കെ വളർന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ നമ്മുടെ മോനെ ഇവന് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇതൊക്കെ നടക്കുള്ളൂ എന്നുള്ള ഈ അച്ഛന്മാർക്ക് എപ്പോഴും ഈ മക്കളെ അങ്ങനെ അംഗീകരിക്കുന്നതിന് ചില വൈമുഖ്യം ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ നിങ്ങളുടെ കലാപരമായിട്ടുള്ള സബരിയെ വേണമെങ്കിൽ നിങ്ങളുടെ പിതാവ് ഇവിടെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല. അംഗീകരിച്ചിട്ടില്ല, ഇല്ല. കാരണം ഞങ്ങളുടെ ആദ്യത്തെ സിനിമ എൻ്റെ വീട് പുൻ്റെയാണ്. അതിനു മുമ്പ് ഞങ്ങൾ പല കഥകളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മിഡ് 90s ഒരു ഇത് സിനിമ ആകാൻ പറ്റിയതെങ്കിൽ അദ്ദേഹം കുത്തുവാള എടുത്താലെന്നുള്ളത് വേറെ കാര്യം. സഞ്ജയ്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ തിരുവിതാംകൂറിൽ ഒരുപാട് ഈ കുടുംബങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാണ്. ഇവരുടെ ധാരണ എന്ന് വെച്ചാൽ ഇവരിലൂടെ കല അവസാനിച്ചു എന്ന് അവർ ചിന്തിക്കുക ഒരു പ്രത്യേക കാലം വരെ. അത് കഴിഞ്ഞ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പ്രൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഈ കലയ്ക്ക് പിന്തുടർച്ച ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയില്ല. പക്ഷേ ഈ പറയുന്ന പോലെ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകുമായിരുന്നു. അക്കാലത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കടമ്പയാണ്. അങ്ങോട്ടൊന്നും ചെല്ലാൻ പറ്റില്ല. ഒരൊറ്റ ഫോൺ കോളിൽ ഞാൻ ആ റെഫറൻസിലാണ് പോയത്. അതാണ്, ഒരൊറ്റ ഫോൺ കോളിൽ എന്തായാലും പിതാവ്, നിങ്ങൾ എന്താ വിളിക്കണം അദ്ദേഹത്തിനെ? അച്ചാച്ചൻ എന്തായാലും നിങ്ങളെ പിന്നീട് അംഗീകരിച്ചു. ഒരുപക്ഷെ വർദ്ധിച്ച ആവേശത്തോടെയും വീറോടെയും കൂടി കോമ്പൻസേറ്റ് ചെയ്തു. ആദ്യം നിങ്ങൾക്ക് നൽകാതിരുന്ന അംഗീകാരത്തെ 10 മടങ്ങായി നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ചൊരിഞ്ഞു. വേണം ഞാൻ കേൾപ്പിച്ചു തരാം, ജനങ്ങളോട് കേൾക്കട്ടെ. മക്കൾ എഴുതിയ സിനിമയിൽ അഭിനയിക്കാനും അവരെഴുതിയ സിനിമ നിർമ്മിക്കാനുമുള്ള ഭാഗ്യം ലഭിച്ച പിതാവാണ് ഞാൻ. അവർ എഴുതിയ അവിചാരിതം എന്ന പ്രശസ്തമായ ഒരു സീരിയൽ, അതുപോലെ അവസ്ഥാന്തരങ്ങളെന്ന അവരുടെ ആദ്യത്തെ സീരിയൽ, അവരാദ്യം എഴുതിയ എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന സിനിമ, 2 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അയാളും ഞാനും തമ്മിൽ, ഇതൊക്കെ നിർമ്മിക്കുവാൻ എനിക്ക് സാധിച്ചു, അതിൽ അഭിനയിക്കുവാനും സാധിച്ചു. ധാരാളം അവാർഡുകളും കിട്ടി. അങ്ങനെ മക്കളെ കൊണ്ട് ഒത്തിരി അഭിമാനിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. വളരെ വിഷമിച്ച് മാത്രമാണ് ഈ പറഞ്ഞ ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ അച്ഛന്മാർ മക്കൾക്ക് ഇങ്ങനെയുള്ള അനുമോദനങ്ങൾ നൽകുക. ഞാൻ തമാശ പറഞ്ഞല്ല. നിങ്ങളുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അച്ചാച്ചൻ്റെ ജ്യേഷ്ഠൻ, നിങ്ങളെന്താ വിളിച്ചിരുന്നത്? ജോസ് പ്രകാശ് ബേബിച്ചായൻ. ഒരുപക്ഷെ കേരളത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നൊരു നടനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പല ഇന്നത്തെ രംഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ മിമിക്രിക്കാരാണ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ മനസ്സിലെന്താ അദ്ദേഹത്തിൻ്റെ ഒരു? ഞങ്ങളുടെ ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു സിനിമാ നടനാണെന്നറിയാം. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ. അപ്പോൾ വർഷത്തിൽ ഒരു 2-3 തവണ അദ്ദേഹം ഇവരെ കാണാൻ വരും, പേരൻസിനെ കാണാൻ വരും. അപ്പോൾ ബേബിച്ചായൻ പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഒരു വലിയ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ കാണാൻ. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അഭിനയിക്കുന്ന ആളാണ്, വില്ലനാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും വില്ലനാണോ, കുഴപ്പമാണോ, ഭയങ്കര ടഫാണോ എന്നൊക്കെ ഞങ്ങൾക്കും തോന്നുമായിരുന്നു. ആ രീതിയിലൊക്കെ കുറച്ചൊക്കെ ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ തീരെ കുട്ടികളായിരുന്നു അപ്പം. പക്ഷെ ഞങ്ങൾ മുതിർന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വളരെ ക്ലോസ് ആയി ബേച്ചാനുമായിട്ട്. വളരെ എന്താ പറയുന്ന ഒരു ബേച്ചാൻ ഒരുപക്ഷെ വളരെ ഫേവററ്റ് ആയിട്ടുള്ള നെഫ്യൂസിൽ 2 പേരും ഞങ്ങളാണ്. അതുപോലെ ക്ലോസ് ആയിരുന്നു ഞങ്ങൾ. കാരണം അദ്ദേഹം ഈ സിനിമ കാണുന്ന വില്ലത്തര ഒരു അശേഷം ഇല്ലാത്ത ഒരാളായിരുന്നു. സിനിമയിൽ എന്തൊക്കെയാണ് ഒരു വിറകുള്ളിയൊക്കെ കടിച്ചു പിടിച്ചിട്ട് പിന്നെ സ്ഥിരം ബലാത്സംഗം തന്നെ. പക്ഷെ അദ്ദേഹത്തിന്റെ മരണസമയം വരെ ഞങ്ങൾക്ക് വളരെ ഒരു വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൈരളിയിലാണ് നിങ്ങളുടെ അവസ്ഥ. ആദ്യം നിങ്ങൾ ഗിനിപ്പിക്കാക്കിയത് കൈരളിയാണ് ആക്ച്വലി. അവസ്ഥാന്തരങ്ങൾ എന്നുള്ള സീരിയല്, അതുകൊണ്ടാണ് കൈരളി പ്രശസ്തമായത്. അതെ, ഒരു തെല്ല് അഹങ്കാരം പോലും വരട്ടെ. കൈരളിയാക്കിയ ഇവിടെയാണ് ബോബി സഞ്ജയ് എന്നുള്ള ഒരു എന്താ പറയാ ഒരു ബ്രാൻഡ് നെയിം ബിൽഡ് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ സീരിയലിലാണ്. തീർച്ചയായിട്ടും. എങ്ങനെ ഇത് നിങ്ങൾ ഒരുമിച്ച് തന്നെ തയ്യാറാക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചതാണോ, അതെയോ ഒരാളുടെ ഐഡിയ വേറെ ആൾ അങ്ങ് പകർത്തിയോ അല്ലെങ്കിൽ ഷെയർ ചെയ്തോ, 2 പേരും ഒരുമിച്ചിരിക്കട്ടെ എന്ന് എങ്ങനെയെങ്കിലും അങ്ങനെ ഞങ്ങളുടെ കഥയല്ല. അല്ല, നിങ്ങൾ തിരക്കഥയിലേക്ക് വരുമ്പോൾ
അത് വളരെ നേരത്തെ ഉള്ളൊരു തീരുമാനമാണ്. കാരണം ഞങ്ങൾ സിനിമ സ്വപ്നം കാണാൻ തുടങ്ങിയത് ഒരുമിച്ച് തന്നെയാണ്. സിനിമയുടെ പടം വരച്ച് ഞങ്ങളുടെ വീടിന്റെ മതിലൊക്കെ കൊണ്ടൊട്ടിക്കുമായിരുന്നു ഞങ്ങൾ. ആ രീതിയിൽ സിനിമ ഹരമായിട്ട് സ്വപ്നം കണ്ട് ഒരുമിച്ച് മുമ്പോട്ട് പോയതാണ്. ഈ തിരക്കഥയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് സംയുക്തമായിട്ടാണ് രൂപം നൽകിയത്. അതെ അതെ. ഇത് പേപ്പറിലോട്ട് എഴുതുന്നത് ഒരാൾക്കല്ലേ പറ്റുള്ളൂ. അത് അത്രേ ഉള്ളൂ. പക്ഷേ ഐഡിയ സംഭാഷണങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തന്നെയാണ്. ഓരോ ഡയലോഗും ഞങ്ങൾക്ക് പരസ്പരം ചർച്ച ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളൂ. ചേട്ടനും അനിയും തമ്മിൽ അത്രത്തോളം പൊരുത്തം എങ്ങനെ ഉണ്ടായി? ഇപ്പോഴും പൊരുത്തം ഉണ്ടെന്നല്ല കേട്ടോ, വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ചില സീൻസ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഈ തർക്കിക്കാറുണ്ട്. സഞ്ജയന്റെ സ്വഭാവത്തില് ബോബിക്ക് ഇഷ്ടപ്പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നോണ പറയരുത്. സത്യമായിട്ടും ഇല്ല. ഒരു ഡോക്ടർക്ക് വേണ്ട ചില നൈതികതയുണ്ട്, ശ്രദ്ധിക്കുക. നൈതികത വെച്ച് തന്നെ പറയുന്നത്. എന്നാൽ സഞ്ജയ് ഒരു സത്സന്ധനായതുകൊണ്ട് ഈ ബോബിയുടെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെടാത്ത ഘടകം ഒരല്പം മടിയുള്ള ആളാണ്. അത് ഞാൻ എതിര് പറയാം. ഞാൻ സമ്മതിക്കാത്ത കാര്യം. ഒരു കാര്യം കേൾക്കണം. 2 വലിയ ജോലികൾ ഒരുമിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരു ഡോക്ടർ പ്ലസ് തിരക്കഥാകൃത്ത്, രണ്ടും ഡിമാൻഡിങ് ആണ്. ആ 2 ജോലികൾ ഒരുമിച്ച് ചെയ്യുന്ന ആളെ മടിയനാണ്. ആദ്യത്തെ ജോലിയെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് സഞ്ജയ് നേരത്തെ തന്നിരുന്നു. സന്തോഷമായല്ലോ. തർക്കമാക്കി ഉടക്കുണ്ടായി. അല്ല മടിയുണ്ട്, ഓരോരുത്തരുടെ സ്വഭാവത്തിൽ. മടി എനിക്കുണ്ട്. അത് മടി ഞങ്ങൾക്ക് 2 പേർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ വെളുപ്പിന് എഴുന്നേക്കാനുള്ള മടിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു എക്സ്ട്രാ മൈൽ ഓടാനുള്ള ഒരു മടി ഞങ്ങൾക്ക് 2 പേർക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ 2 പേരും ഒരുമിച്ച് സിനിമ കണ്ടു, സിനിമകൾ കണ്ടു തുടങ്ങി, കഥകൾ സംസാരിച്ചു തുടങ്ങി, വായിച്ചു തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെച്ചു തുടങ്ങി. 4 വയസ്സിന്റെ വ്യത്യാസം അവിടെ മറഞ്ഞുപോയി. തീർച്ചയായും അല്ലേ? ഒരുപക്ഷെ പുറത്തുള്ള ലോകത്തെ നിങ്ങൾ ഉള്ളിലേക്ക് കയറ്റിയില്ല, നിങ്ങൾ തമ്മിൽ 2 പേരും കൂടി ലോകം ഉണ്ടാക്കി. അതായിരിക്കും കുറച്ചുകൂടി എന്ന് വേണം പറയാൻ. ശരിയാണ്. അത്രത്തോളൊരു തീഷ്ണത ഉണ്ടാകണമെങ്കിൽ പുറത്തെ ലോകത്തെ നിങ്ങൾ വാതിൽ കൊട്ടി അടച്ചു. അടച്ചിട്ടൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ. പുറത്തുനിന്ന് ആൾക്കാർ നിങ്ങളുടെ സൗഹൃദത്തിലേക്ക് വരുന്നത് ചിലപ്പോൾ തടഞ്ഞു. ഇല്ല. തമ്മാടത്തിനും നിങ്ങൾ 2 പേരും തമ്മിലല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? തമ്മാടത്തരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ 2 പേരും ഒരുമിച്ച് ചേർന്നു. അതല്ല, സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് ഇൻഡിവിജ്വൽ തമ്മാടിത്തരങ്ങൾ ഉണ്ടായിട്ട്. ഏതൊക്കെയായിരുന്നു പ്രധാന തമ്മാടത്തരങ്ങൾ? അല്ല, അത് പറയുന്നതിൽ നമ്മള് ഈ പറയും. അല്ല, അത്യാവശ്യം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, അന്ന് KSUവിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഞാൻ. അത് വീട്ടിലറിയില്ല, ഇപ്പോഴും അറിയില്ല. അന്ന് KSUവിന് വേണ്ടി പ്രവർത്തിച്ച് ഒന്നും അറിയില്ല. അന്ന് താത്വികമായിട്ടോ ഒന്നും ഒരു പിടിയില്ല. SFI എന്താണ്, KSU ആണ്, കോളേജിൽ പോയാലും ഒരു പാർട്ടി വേണമെന്നുള്ളത്. അങ്ങനെ ഞാൻ അന്ന് KSU ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, CMS കോളേജ്. അപ്പൊ അതാണ് നല്ലതെന്ന് വിചാരിച്ചു. അന്ന് KSU ശക്തമാണ്. അങ്ങനെ അവിടുത്തെ ചെറുകഥ കോമ്പറ്റീഷന് ഞാൻ പങ്കെടുക്കുകയാണ്. ഞാൻ പങ്കെടുക്കുന്നു, ഞാൻ ചെറുകഥ എഴുതുന്നു. വളരെ മോശമായിട്ടാണ് തന്നിരിക്കുന്ന വിഷയത്തെ പറ്റിയുള്ള ചെറുകഥ എഴുതുന്നത്. അന്ന് വൈകുന്നേരം ഈ KSU സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയാണ് വൈകുന്നേരം ഇടത്തിൽ. അപ്പം ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് കിട്ടിയ എല്ലാ ചെറുകഥകളും വെച്ചിരിക്കുകയാണ്. അവർ തീരുമാനിക്കുകയാണ് നിനക്കാണ് നമ്പർ 1 എന്നുള്ളത്. ഏറ്റവും മോശം. അതായത് ഞാൻ KSUക്കാരനാണല്ലോ. അപ്പൊ KSUക്കാരനായ എനിക്ക് 1ാം സമ്മാനം തരികയും ഞാൻ ഒരു ഉളുപ്പുമില്ലാതെ ആ 1ാം സമ്മാനം പോയി വാങ്ങുകയും പിൽക്കാലത്ത് അത് കീറിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കോളേജുകളിൽ ഇതൊക്കെയാണോ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോടെ രാഷ്ട്രീയം മതിയാക്കിയോ? അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയം മതിയാക്കിയോന്ന് ചോദിച്ചാൽ ആക്റ്റീവ് രാഷ്ട്രീയത്തിൽ അതിനുശേഷം ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ഇല്ല, ചിന്താഗതികളേ ഉള്ളൂ. എന്തായാലും KSUവിന്റെ ഭാഗമായിട്ട് സമരത്തിലൊക്കെ പങ്കെടുക്കുകയും വേണമെങ്കിൽ ഒരു ബസ്സിനിട്ട് കല്ലെറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ടില്ല. വോട്ട് പിടിക്കാനൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം വേറെ കോളേജിലായിരുന്നു, രാഷ്ട്രീയമില്ലാത്ത സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലായിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിന്റെ തീഷ്ണത അറിയില്ല ആക്ച്വലി. അല്ല, അദ്ദേഹം വേറൊരു തരം തീഷ്ണതയില്ല. ലൈഫാണ് അവിടെ. നമുക്ക് ഈ തീഷ്ണത ആ തീഷ്ണത രണ്ട് വേറിട്ട തീഷ്ണത. ഒരു ഹോസ്റ്റലിൽ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വേറൊരു ലെവൽ ഒരു ജീവിതമാണല്ലോ. അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ബോബി മെഡിസിൻ ആസ്വദിക്കുന്നുണ്ടോ ബോബി? ആക്ച്വലി ഡെഫിനറ്റ്ലി ആണോ? ഒരു പാഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും. പക്ഷെ ഈ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ ഒരു ജോലിയും ചെയ്യാതെ ഈ സഞ്ചരിക്ക് നടക്കുന്ന കാണുമ്പോൾ ഒരു അസൂയ തോന്നാറില്ല? അങ്ങനല്ല. ഇതില് ഞാനൊരു ഡോക്ടർ ആണോന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. ഞാൻ ചോദിച്ചൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഏതാ ഞാൻ ചോദിച്ചൊരു മറുപടി ആയിട്ടില്ല. എന്നാ ഒരു ജോലിയില്ലാതെ നേരപ്പാര നടക്കുമ്പോൾ ഒരു അസൂയ തോന്നാറില്ല. ആ ജോലി തന്നെ ഞാനും ചെയ്യുന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്ത പോയിന്റിലേക്ക് വരുവാണ്. ഒരു തിരക്കഥ തയ്യാറാക്കി കഴിയുമ്പോൾ ഇന്നത്തെ ഒരു മലയാള സിനിമയുടെ ഒരു സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് എത്ര രൂപ വെക്കും? എത്ര രൂപ വെക്കും ഞങ്ങൾക്കോ? റെമ്യൂണറേഷനോ? അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ പറയും.
താങ്കൾക്ക് കിട്ടുന്ന വാർഷിക വരുമാനത്തോളം വരുമായിരിക്കണം. അത്ര വരുമായിരിക്കും. കണക്കൂട്ടിക്കോളൂ. ഓ വലിയ പൈസ കിട്ടുമല്ലേ? അത്യാവശ്യം കഴിഞ്ഞുകൂടാന്നുള്ളത് കിട്ടും. കൃത്യമായി പങ്കുവെക്കും? ഇല്ല, അങ്ങനെ ഒരു ഡിവിഷനൊന്നും ഞങ്ങൾ തമ്മിലില്ല. ആവശ്യമുള്ള ആള് ആവശ്യമുള്ള എടുക്കും, മറ്റേ ആൾ എടുക്കും, അത്രേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ നമ്മളെ കൊണ്ടൊന്ന് കൂട്ടും. ഏതില്ല, അഭിനയിക്കാനാണോ ഡയറക്ഷനാണോ എന്തിലെങ്കിലും ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ആവശ്യപോലെ എടുക്കാൻ പറ്റില്ല. ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്, ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് വിൽ, ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് ഡിസയർ എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ എടുക്കുന്ന സാധനം പെട്ടെന്ന് തീർന്നു പോകും. ഒരു പക്ഷേ നിങ്ങളുടെ ഈ പറഞ്ഞ സൃഷ്ടിപരമായിട്ടുള്ള ഒരു ഏർജ്, ഞാൻ പറയുന്നത് സാമ്പത്തികത്തിനപ്പുറത്ത് ഒരു കഥ നിങ്ങളെ ആകർഷിക്കുന്നു. ഒരാളെ ആകർഷിക്കാം, വേറെ ആളെ ആകർഷിക്കാം. രണ്ടുപേരെയും കൂടെ സംയുക്തമായിട്ടൊരു കഥയ്ക്ക് അങ്ങനെ ആകർഷിക്കാൻ പറ്റണമെന്നില്ലല്ലോ. ഇല്ല. എങ്ങനെയാ അത് ബോധ്യപ്പെടുത്തുക ആൾക്കാർ? ഇതില് ഒരു കഥയുടെ ഒരു ത്രെഡ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരാളുടെ മനസ്സിലായിരിക്കും വരുന്നത്. കാരണം രണ്ടുപേരുടെ മനസ്സിൽ ഒരുമിച്ച് വരത്തില്ല. അപ്പൊ തന്നെ ഞങ്ങൾ ഇപ്പൊ എന്റെ മനസ്സിലാണെങ്കിൽ ഞാൻ ഇവനോട് പറയും, ഇവന്റെ മനസ്സിലാണെങ്കിൽ എന്നോട് പറയും. ഞങ്ങൾ തന്നെ മനസ്സിൽ അത് കൊണ്ടു നടക്കും ഒരു 4-5 ദിവസം. ചിലപ്പം വളരെ അധികം പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ തന്നെ മറന്നുപോയി എൻ്റെ കാര്യം 4 ദിവസം കഴിയുമ്പോൾ. പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനൊരു സാധനം നമ്മൾ ഓർത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു ത്രെഡാണെങ്കിൽ ഞങ്ങൾ അതിനെ ഡിസ്കാർഡ് ചെയ്യും. കാരണം ഞങ്ങളുടെ പോലും ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യാത്ത ഒരു ത്രെഡ് ഓഡിയൻസിന് ഇഷ്ടപ്പെടത്തില്ല. വീട്ടിൽ പിന്നെ അച്ചാച്ചനും അമ്മച്ചിയൊക്കെ ആയിട്ട് സംസാരിക്കും? തീർച്ചയായിട്ടും സംസാരിക്കും. ഇതിൽ ആരാ ഏറ്റവും കൂടുതൽ സഹായം? ഇതിൽ അച്ചാച്ചയ്ക്ക് ഒരു സിനിമയുടെ കഥ കേട്ടാൽ അതിന്റെ കമേഴ്ഷ്യൽ, അതായത് എങ്ങനെയായിരിക്കും അതൊരു സിനിമയായിട്ട് സ്ക്രീനിൽ അമ്മ അതിന്റെ കൂടുതൽ അതിന്റെ ഒരു ലിറ്ററേച്ചർ, അതിന്റെ ആ കഥാപരമായ ഘടനയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അമ്മയാണ്. അമ്മ ഒരു അധ്യാപികയാണ്. അതെ, അതുകൊണ്ട് തന്നെ അതിന്റെ ലിറ്ററേച്ചറിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക. ഞങ്ങൾ വായന തുടങ്ങാൻ കാരണം അമ്മ മാത്രമാണ്. വരട്ടെ. നല്ല ചെറുപ്പത്തില് സാധാരണ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ആവശ്യങ്ങളൊന്നും അവർക്കില്ല. എൻ്റെ കൂടെ പഠിപ്പിക്കുന്നവർ പറയും പിള്ളേർക്ക് ആക്ഷൻ ഷൂസ് വേണമെന്ന് പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്ന് പറയുന്നു. ഷൂസ് അല്ലെങ്കിൽ സൈക്കിള്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെയൊക്കെ ആവശ്യങ്ങൾ. പക്ഷെ ഇവർക്കതൊന്നും വേണ്ട. അവർക്ക് ഷർട്ട്, ഡ്രസ്സ്, ചെരുപ്പ് ഒന്നും അവർ ആവശ്യപ്പെടാറില്ല. അത് നമ്മൾ കണ്ടറിഞ്ഞങ്ങ് വാങ്ങിച്ചു കൊടുത്താൽ സ്വീകരിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു ബുക്ക് എക്സിബിഷൻ വന്നാൽ എത്ര സമയം ഇല്ലെങ്കിലും എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി അവർക്ക് ആവശ്യമുള്ള ബുക്സ് എല്ലാം അവരെന്നെ കൊണ്ട് വാങ്ങിപ്പിക്കും. അത് മതി അവർക്ക്. ബുക്സിനോട് ഭയങ്കര ഭ്രമമായിരുന്നു. രണ്ടുപേരും വളരെ ക്രിയേറ്റീവായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്നോട് പറയാറുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, അവൻ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. സീരിയലിൻ്റെ സ്ക്രിപ്റ്റ്സ് കഴിഞ്ഞിട്ട് സിനിമയിലോട്ട് അങ്ങ് എഴുതി തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്ത് ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് അവൻ എന്നോട് വന്ന് ചോദിക്കുക, അമ്മ, ഒരു സ്ത്രീ അവൾ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്നത് എങ്ങനെയാണ്, സ്വയം അറിയുന്നത് എങ്ങനെയാണ്? സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അഞ്ജനയുമായിട്ടുള്ള ഒരു അഫെയർ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയി വരുന്ന സമയമാണ്. എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? എന്താണ് ഇനി അവൻ എന്നോട് പറയാൻ പോകുന്നത്? പേടിച്ച് നിൽക്കുമ്പോൾ അവൻ പറയാ, ഞാൻ ചോദിച്ചു എന്താ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവൻ പറയാം, ഞാനിപ്പം ഈ എൻ്റെ വീട് അപ്പൂൻ്റെയിലെയും ക്യാരക്ടർ മീരാ വസുദേവന് പ്രഗ്നൻ്റ് ആകുന്ന കാര്യം എഴുതാൻ പോവാം. സോ ഐ വോണ്ട് ടു നോ അതെങ്ങനെയാ, എന്താ എന്നൊക്കെ. അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. പലതും ഇതിനകത്ത് പുറത്തേക്ക് വന്നു. എന്താ, ഒരു ഡോക്ടർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചില്ല? അപ്പൊ ആദ്യം ചോദിച്ച ഉത്തരത്തിന്റെ മറുപടിക്ക് വേറൊരു അഡീഷണൽ കൂടെ കിട്ടിയല്ലോ. അതല്ല, ഇവൻ വല്ല വേലത്തരം ചെയ്തിട്ടാണോ ഈ ചോദ്യം ചോദിക്കുന്നത്? സ്വഭാവത്തെ കുറിച്ച് നല്ലൊരു പിടുത്തം, നല്ലൊരു ഗ്രാഹ്യം അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബോബിയെ കുറിച്ച് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയാൻ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോന്ന്. ബോബി ഒരു സാധുവാന്നാണ് അമ്മ അനൗപചാരിക സംഭാഷണം. സഞ്ജയനെ അപേക്ഷിച്ച് വളരെ അല്ലേ സഞ്ജയ്? അങ്ങനെയൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഇദ്ദേഹം കുഴപ്പക്കാരായിരുന്നു? കുഴപ്പക്കാരനെന്നല്ല, ഞങ്ങൾ രണ്ടുപേരും. ഞാൻ കുഴപ്പക്കാരനാണെങ്കിൽ ഇയാളും കുഴപ്പക്കാരൻ, അതല്ലേ ഉദ്ദേശിച്ചത്? ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം മാന്യന്മാരാണ്. അത്യാവശ്യം കുഴപ്പക്കാരൻ. രണ്ടുപേരുടെ രൂപത്തില് ബോബി കുറച്ച് തടിച്ചു, കുറച്ച് ഇതായി അല്ലേ? കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. എന്താ ഭക്ഷണത്തിൽ കുറച്ച് എക്സസൈസ് അധികം റെഗുലറായിട്ട് ചെയ്യാറില്ല. വീട്ടിലൊരു ട്രെഡ്മില്ലുണ്ട്. അതിന്റെ പ്രധാന ഉപയോഗം തുണി വിരിച്ചിടുക എന്നുള്ളതാണ്. വല്ലപ്പോഴും ഒക്കെ നടക്കും. കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് എക്സസൈസ് ചെയ്യണം.
നോക്കി, ഇത് നിങ്ങൾ പഴയ പടം കേട്ടോ. ഞങ്ങളുടെ അനിയത്തിയാണ് തങ്കം. തങ്കം നന്നായി പാടുമല്ലേ? പാടും. തങ്കത്തേക്കാൾ നന്നായി പാടുന്ന ആരാണ് നിങ്ങൾ രണ്ടുപേരിൽ? ഞങ്ങളിൽ അവളാണ് ഏറ്റവും നന്നായിട്ട് പാടും. എല്ലാ പാട്ടും അവൾ കൊണ്ടുപോയോ? തീർച്ചയായും. എൻ്റെ വീടപ്പൻ്റെയിലും പാടി. അച്ചാച്ചൻ്റെ പാട്ട് മുഴുവൻ കൊണ്ടുപോയത് തങ്കമാണ്. 100%. നിങ്ങൾ പാടാറില്ലേ? ഒരു കാരണവശാലും ഇല്ല. ചിലപ്പോൾ പറയല്ലേ ആത്മരക്ഷാർത്ഥം പാടാറുണ്ടെന്നൊക്കെ പറയല്ലേ, എന്ന് പറയുന്നത് പോലെ. ഇതുവരെ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ പാടിയിട്ടില്ലേ? നഴ്സറിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ പടമാണ്. പുതിയ പടമാണ്. നഴ്സറി പാടിയിട്ടുണ്ട്. അച്ചാച്ചനൊക്കെ പല ഗാനമേളയിലൊക്കെ ഒരുപാട് പാടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു പ്ലേബാക്ക് സിംഗറായിട്ടാണ് ഒരുപക്ഷെ കലാലോകത്തിൽ. ഇപ്പോഴും അത് പള്ളിയിലെ കൊയറിലൊക്കെ പാടാറുണ്ട്. ഇപ്പോഴും ഫംഗ്ഷൻസിന് പാടാറുണ്ട്. വളരെ ആക്റ്റീവാണ്. നിങ്ങൾ ഒരിക്കലും പാടിയിട്ടില്ല? പാടിയിട്ടുണ്ട്. പക്ഷെ ഏത് പാടാ പിന്നെ ബോബി പാടിയത്? അങ്ങനെ സഞ്ജയ് ഇപ്പോൾ ഒരു ആവശ്യം പറയാണ്, ബോബി നീ ഒരു 2 വരി പാട എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും പറയില്ല. കാരണം എനിക്കറിയാം, ഒരിക്കലും പറയില്ല. ഇതില് 3 സഹോദരന്മാർ നിൽക്കുന്ന പോലെയാണ് കേട്ടോ. ഒരു അടി പോലും പുള്ളി പിന്നോട്ട് നിൽക്കാൻ തയ്യാറല്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. എന്തായാലും നിങ്ങൾ വായനയുടെ ലോകത്ത് വരുന്നു, സിനിമയുടെ ലോകത്ത് വരുന്നു. ഒരുപക്ഷെ കുടുംബം പ്രദാനം ചെയ്തിട്ടുള്ള ഒരു കലാപരമായിട്ടുള്ളൊരു പരിസരം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരിസരമാണല്ലോ ഒരു ആളെ സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കേൾക്കുന്നത്, കാണുന്നത്, ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ബോബിയുടെ മനസ്സിൽ ഒരിക്കലും ബോബി ഒരു സിനിമാ ലോകത്ത് വിഹരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഒരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പിടിച്ചുകൊണ്ട് ഡോക്ടറാക്കിയതാണ്? അല്ലല്ല. ഞാൻ +2 കഴിഞ്ഞപ്പം എൻ്റെ സുഹൃത്തുക്കൾ ചിലർ മെഡിക്കൽ എൻട്രൻസ് എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പ് എടുത്തിരുന്നുകൊണ്ട് പോയി എഴുതി. എനിക്ക് ഒരിടത്തും കിട്ടിയില്ല. ഒരു BA ലിറ്ററേച്ചറിന് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇന്റർവ്യൂ കാർഡ് വരുന്നത്. അതിന് പോലും കിട്ടുമെന്ന് വിചാരിച്ച് പോയതല്ല ഇന്റർവ്യൂവിന്. പിന്നെ കിട്ടി. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ മെഡിക്കൽ സയൻസിനെ 100% ബഹുമാനിക്കുകയും ആ ഫ്രറ്റേണിറ്റിയിലെ ഒരു മെമ്പറാണ് ഞാൻ എന്നുള്ളതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. സഞ്ജയ് ഒരുപക്ഷെ ഇദ്ദേഹം ഡോക്ടർ ആയതുകൊണ്ട് ഈ തിരക്കഥയ്ക്കൊക്കെ ഒരു ഷേപ്പ് കൊടുക്കുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടി ഒരു വികാരത്തിൻ്റെ തലങ്ങൾ, അല്ലെങ്കിൽ വേറൊരു ഡയമെൻഷൻ, വേറൊരു പ്രതലം, ഒരു വശം, ഇതൊക്കെ വേണമെങ്കിലും കുറച്ച് ചേർക്കണമെങ്കിൽ വേണമെങ്കിൽ ബോബിയുടെ സഹായം കുറച്ചുകൂടി കിട്ടുന്നുണ്ടോ? വികാര തലങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ എല്ലാ സിനിമകളും പരിശോധിച്ചാൽ അതിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ കാര്യങ്ങളുണ്ടാവുന്നില്ല. ഒരു ഹോസ്പിറ്റൽ ഇല്ലാത്തൊരു സിനിമ ഇല്ല ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു രോഗാവസ്ഥ, ഇപ്പോൾ എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറയുന്ന സിനിമയാണെങ്കിലും നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അവിടെ ഒന്നും ഒരു മെഡിക്കൽ കാര്യത്തെപ്പറ്റി ഒരു തെറ്റ് ഞങ്ങളുടെ തിരക്കഥകളിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം. അതിൻ്റെ കാരണം ഇദ്ദേഹം ഡോക്ടർ ആയതുകൊണ്ടാണ്. ഒരു നോൺസെൻസ് ഉണ്ടാവില്ല മെഡിക്കലി നോൺസെൻസ്. മറ്റ് കാര്യങ്ങളറിയില്ല. അത് തന്നെ ഞാൻ പറഞ്ഞ ചില സിനിമകളിലൊക്കെ ചില മെഡിക്കൽ ടേംസ് ഒക്കെ വളരെ അബദ്ധപഞ്ചാംഗം പോലെ പറയുകയോ അല്ലെങ്കിൽ ആ മെഡിക്കൽ സീനൊക്കെ വളരെ അപഹാസ്യമായ രീതിയിൽ ചിത്രീകരിക്കുകയോ ചെയ്യും. പക്ഷേ ബോബിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനകത്തൊരു നിയർ പെർഫെക്ഷൻ തീർച്ചയായിട്ടും സാധ്യമാണ്, ഉണ്ടാവും. സഞ്ജയ് പഠിച്ച പിന്നീട് എന്താണ്, ഏത് കോഴ്സിലേക്കാണ് പോയത്? ഞാൻ MA ആണ് ചെയ്തത്. MA ലിറ്ററേച്ചർ ചെയ്തു. കുറച്ചു കാലം ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു CMS കോളേജിൽ. അതിനുശേഷം നേരെ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണ്. അത് പിന്നെ അച്ചാച്ചൻ റെക്കമെൻഡ് ചെയ്തിട്ട് പോയത്? അതെ. താങ്കളുടെ ഒരു നിർബന്ധത്തിൽ? എന്റെ നിർബന്ധം തന്നെ, സിനിമയിലേക്ക് പോകണമെന്നുള്ള എന്റെ നിർബന്ധമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്റെ ആഗ്രഹം കമൽ സാറിനെ അസിസ്റ്റ് ചെയ്യണം. എപ്പോഴാണ് നിങ്ങളുടെ ഈ സിനിമാ കമ്പത്തെ അച്ചാച്ചൻ അംഗീകരിച്ചു തുടങ്ങിയത്? ഏത് പോയിന്റിലാണ്? അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്ന സീരിയൽ പുറത്തു വന്നതിന് ശേഷമാണ്. അതുവരെ അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടായിരുന്നു തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അമ്മയുടെ ഭാഗത്തുനിന്നും? അമ്മയ്ക്ക് അദ്ദേഹത്തെക്കാൾ ഞങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അച്ചാച്ചയെ സംബന്ധിച്ച് അത് പുറത്ത് വരുന്നിടം വരെ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നൊരു സംശയം ഉണ്ടായിരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എഴുതുന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം ഇടയ്ക്ക് നോക്കുമായിരുന്നു? അതെയോ അദ്ദേഹം നോക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല? 100% നോക്കുമായിരുന്നു. ഞങ്ങളൊരു 7-8 തിരക്കഥകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും അതൊക്കെ നിഷ്കരണം തള്ളിക്കളയും. അതിനുശേഷമാണ് ഇടങ്കാലെടുത്ത് തൊഴി ഒഴിച്ചു. അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്ന സീരിയൽ ഞങ്ങൾ അങ്ങോട്ട് പറയുകയായിരുന്നു, ഞങ്ങൾ എഴുതാം, ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നുള്ളത്. അതിപ്രശസ്തനായ ജൂഡ് എട്ടിപ്പറ്റിയാണ് ഡയറക്ടർ. അപ്പൊ അദ്ദേഹവും അത് സമ്മതിച്ചു. അങ്ങനെയായിരുന്നു വന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരു ടെലിവിഷന്റെ അല്ലെങ്കിൽ സിനിമയുടെ പരിപ്രേക്ഷ്യത്തിലേക്ക് അതിനെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് സഹായകരമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. റോഷൻ, സൗഹൃദങ്ങൾ, ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ. ഒരുപക്ഷെ ബോബിക്ക് കിട്ടാത്തൊരു ലോകം സഞ്ജയിന് തുറന്നിട്ട് കിട്ടി. വേണമെങ്കിൽ ബോബി കുറച്ചുകൂടി മെഡിക്കൽ ലോകത്തേക്ക് പോയപ്പോൾ സഞ്ജയാണ് കുറച്ചുകൂടി. അതെ. പക്ഷെ എഴുത്തിന്റെ മേഖലയിലേക്ക് വരുമ്പോൾ വീണ്ടും
ബോബിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായി? തീർച്ചയായിട്ടും ഉണ്ടായി. സാന്നിധ്യം എന്നല്ല, ഞങ്ങൾ ഒരുമിച്ചാണല്ലോ. എങ്ങനെയാണ് പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് സംയുക്തമായിട്ടൊരു തിരക്കഥയ്ക്ക് ഒരു രൂപം നൽകണമെന്നൊരു ധാരണ നിങ്ങൾ ഉണ്ടായത്? ഞങ്ങൾ ആക്ച്വലി ഈ ഒരുമിച്ച് തിരക്കഥ എഴുതാൻ തുടങ്ങുന്നത് ഒരു മിഡ് 90s ഒരു 96, 97. ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് പക്ഷെ പരസ്പരം ഡിസ്കസ് ചെയ്ത് ഒരു താങ്ങ് വേണമെന്ന് സഞ്ജയ് അങ്ങനെ ഒരു വാശി ഉണ്ടാകേണ്ട കാര്യം എന്താണ്? ഒരു താങ്ങല്ലത് ഒരു കംഫർട്ടാണ്. ഞങ്ങളുടെ ഒരു ഡ്രീം ഒരുമിച്ച് റിയലൈസ് ചെയ്യാന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു കംഫർട്ടാണ്. ഇപ്പോൾ നമ്മള് ബാച്ചലറായിട്ട് താമസിക്കാം, കല്യാണം കഴിച്ച് താമസിക്കാം. ഒരു കല്യാണം വേണമെന്ന് എന്താണ് നിർബന്ധം പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു നല്ല ഫാമിലി ലൈഫും നല്ലൊരു കുട്ടികളും നല്ലൊരു ഭാവിയും വേണ്ട എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഭാര്യയെ നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. അതേ കാര്യമാണ് ഈ കലയിലും ഉണ്ടാകുന്നത്. ചിലരുമായിട്ടുള്ള ഇന്ററാക്ഷൻസും ചിലരുമായിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മളുടെ ഉള്ളിലുള്ള സാധ്യതകളെ കുറെ കൂടെ നന്നായിട്ട് പുറത്തു കൊണ്ടുവരും. അത് ഞങ്ങൾക്ക് അന്യോന്യം തോന്നിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന 2 പേരായിരുന്നു, സലീം ജാവേദ്. അവരൊരുമിച്ച് എഴുതിക്കൊണ്ടിരുന്നത്. ഷോലെ പോലത്തെ ഏറ്റവും വലിയ ഹിറ്റുകൾ ചെയ്തിട്ടുള്ള അവരാണല്ലോ. സഞ്ജയ്, ഇത് കൊമേഴ്സ്യൽ വയബിലിറ്റി, ജനകീയത, പിന്നെ അതിൻ്റെ ക്രാഫ്റ്റ്, അതിൻ്റെ കാണാൻ പോകുന്ന ആൾക്കാരുടെ മനസ്സ്, അതിൻ്റെ മാർക്കറ്റിങ്, അതെങ്ങനെ നമുക്ക് ഒരുപാട് ഘടകങ്ങളാണ് സിനിമയെ നിർണ്ണയിക്കുന്നത്. ഒരുപക്ഷെ നല്ലൊരു കഥയോ തിരക്കഥയോ ഒന്നും ഒരു സിനിമയെ ഒരുപക്ഷെ എൻട്രി ചെയ്യണമെന്നില്ല. ഒരുപക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 ടച്ചായിരിക്കാൻ വേണം ഒരു സിനിമയെ ഒരു മാജിക്കലായിട്ടുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് രണ്ടുപേരുടെ അപ്പുറത്ത് പല ആൾക്കാരുമാണെങ്കിൽ ചർച്ച പങ്കെടുത്തേക്കാം. ഇപ്പം ഞാൻ തന്നെ ഒരു സാധനം ചെയ്യുകയാണ്, വെറുതെ ഒരാളോട് വെറുതെ ഇതെന്താ എൻ്റെ അഭിപ്രായം എന്ന് ചുമ്മാ നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് ചോദിച്ചോളൂ. പലരിടത്തും ചോദിക്കും. വ്യത്യസ്തമായിട്ടുള്ള ഘടകവിരുദ്ധമായിട്ടുള്ള ഡയമെട്രിക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വേണമെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരാം. അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഫെസിലിറ്റി കൂടിയാണ്. അങ്ങനത്തെ ഒരു എക്സസൈസ് നിങ്ങൾ രണ്ടുപേരും മുതിരാറുണ്ടോ? അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ സംവിധായകരുമായിട്ടും ഞങ്ങൾക്കതുണ്ട്. ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ചർച്ചയും കാര്യങ്ങളിൽ കൂടെ തന്നെയാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ സിനിമയും ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ സംവിധായകർ കൂടി അവർക്ക് കൂടി ഉള്ളതാണ് ഞങ്ങളുടെ ഏതൊരു കമേഴ്ഷ്യൽ സക്സസും. വരട്ടെ. ബോബി സഞ്ജയ്, ഇതിൽ സഞ്ജു ഞാനും കമൽ സാറിൻ്റെ കൂടെ അയാൾ കഥ എഴുതുകയാണ് എന്നുള്ള സിനിമയിൽ സഹസംവിധായകരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സഞ്ജയിനെ കാണുന്നതും പരിചയപ്പെടുന്നതും അവിടെ വെച്ചിട്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് കമൽ സാറിൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് പോകുന്നൊരു യാത്രയുണ്ട്. അത് സഞ്ജയിന് ഒരുവിധം അറിയാം. പിന്നീട് അവിടെ തൊട്ട് ഇപ്പോൾ ഇന്ന് ഈ ടി വിയിൽ നിങ്ങളോട് സംസാരിക്കുന്നവരെ സുഹൃത്തുക്കളാണ്, ഫാമിലി സുഹൃത്തുക്കളാണ്, സിനിമാ സുഹൃത്തുക്കളാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം, കാരണം ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ശരിക്കും ഇരുന്ന് അവനിരുന്ന് ചിരിക്കും. ഇപ്പോൾ ബോബിച്ചേട്ടൻ, സഞ്ജയ് വഴിയാണ് ബോബിച്ചേട്ടനിലേക്ക് ഞാൻ എത്തുന്നത്. ബോബിച്ചേട്ടന് പല കാര്യങ്ങൾക്കും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരാളാണ്. ബ്രിട്ടാസെ, ആ കണ്ണാട വെച്ചിരിക്കുന്ന ആളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്ക്. ബോബിച്ചേട്ടൻ്റെ പോലെ അല്ല ആൾ. ചോദ്യം ചോദിക്കുക എന്ന് പറയാൻ കാരണം എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും കാണുന്നു, കണ്ടില്ലെങ്കിൽ ഫോണിലൂടെ 2-3 തവണ സംസാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സത്യസന്ധത വളരെ കുറവായിരിക്കും. പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ ഇതനുസരിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും ഒരു തിരക്കഥാകൃത്ത് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അവർ സിനിമയിൽ എങ്ങനെ എത്തി, ആരെയൊക്കെ കണ്ടു, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു, ഇതെല്ലാം നമുക്കറിയാവുന്ന കഥകളാണ്. പക്ഷേ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നടത്തുന്ന ഒരു പ്രിപ്പറേഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വരും തലമുറയിലെ ആളുകൾക്ക് അതൊരു ഗുണകരമായി മാറണമെങ്കിൽ മാറട്ടെ. ഈ റോഷനൊരു ശുദ്ധനായിട്ടാ. ഈ റോഷൻ ഇവിടെ അപ്പയർ ചെയ്ത് പറയുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ഇവനെ സൂക്ഷിക്കണം. അത് എന്തിനാണ് റോഷൻ ആ മണ്ടത്തര ഇവിടെ പാടിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ബോബി മഹാശുദ്ധനല്ലേ? പിന്നെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് റോഷൻ. ചില കാര്യങ്ങളിൽ കള്ളനാണ്. ഇപ്പൊ പറഞ്ഞില്ലേ? അല്ല, ഇത് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും വേണ്ടില്ല. പറഞ്ഞ കാര്യം ഒരു ഇതുണ്ടല്ലോ. ബോബി അല്പം ബഹുമാനമാണ് റോഷൻ അല്ലേ? പറഞ്ഞില്ലേ, ഒരു ചേട്ടന്റെ സ്ഥാനത്ത് എന്താ കാണുന്നുള്ളത്? ഓക്കെ. ഒരുപക്ഷെ ഒരു ആരോ പറഞ്ഞ പോലെ ഒരു തിരക്കഥയുടെ ഒരു പ്രതലത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതെന്തൊക്കെ പറഞ്ഞാലും ഒരു സ്കില്ലാണ്. ആക്ച്വലി ഇതിനകത്ത് ആരോ പറഞ്ഞ പോലെ ഒരു സൃഷ്ടിപരതയുടെ ഒപ്പം തന്നെ
ഒരു സ്കില്ലിൻ്റെയും ക്രാഫ്റ്റിൻ്റെയും ഒരു തലമുണ്ട് അല്ലേ? തീർച്ചയായും. പെട്ടെന്ന് ലളിതമായിട്ടൊരു പക്ഷേ റോഷൻ പറഞ്ഞതുപോലെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുവാണെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്? ശരിക്കും തുടക്കം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ആദ്യമേ ഒരു തിരക്കഥയാണ് അവർ എഴുതുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ആദ്യം എഴുതാൻ മുതിരുന്നത് തിരക്കഥയാണ്. അത് തെറ്റാണ്. ആദ്യം ചെറുകഥയോ നാടകമോ കവിതയോ ഒക്കെ എഴുതുകയും ഒരുമാതിരിപ്പെട്ട നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ചെയ്തതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് തിരക്കഥ എഴുത്ത്. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ ഈ പറഞ്ഞ പ്രിപ്പറേഷൻ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇതൊരു സീനാക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പറ്റി ഞങ്ങൾ റിസർച്ച് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ തിരക്കഥയിൽ സംസാരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ബയോഗ്രഫി ഞങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രിപ്പറേഷൻ വേണ്ടത്. പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടെക്നിക്കൽ നോഹൗ ആണ്. അതൊരു ഗട്ട് ഫീലിംഗ് ആണ്. അത് നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ചിലപ്പോൾ തെറ്റാം, പക്ഷെ ആ ഇൻസ്റ്റിങ്ക്റ്റും ഈ പറയുന്ന പ്രിപ്പറേഷനും കൂടെ ചേർന്നാണ് ഒരു തിരക്കഥ ഉണ്ടാകുന്നതെന്നാണ് ഞങ്ങൾക്ക്. ഈ ഒരു ഡയലോഗ് എഴുതി വെച്ചാൽ എനിക്കൊരു കാര്യം കൂടെ ചേർക്കാൻ, അതായത് ഒരു ചില സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത് ഞങ്ങൾക്കൊരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഉദാഹരണത്തിന് മുംബൈ പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ്, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഫീൽഡാണ്. അപ്പം പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഒത്തിരി ഇടപഴകി അവരുടെ രീതി എങ്ങനെയാണ് ഒരു കേസ് അന്വേഷിക്കുന്നത്, അത് നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്ന സിനിമ നിർണായകം, ഒരു കോർട്ട് റൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈക്കോർട്ടിലെ ഒരു അഡ്വക്കേറ്റ്, ഞങ്ങളുടെ സുഹൃത്തായ ഒരു ബോബി മാക്കിൽ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ്, അദ്ദേഹം പറഞ്ഞു തന്നപ്പോഴാണ് ഒരു ഹൈക്കോർട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ഈ സിനിമ കാണുന്നതൊക്കെ കുറച്ചൊക്കെ എക്സാജറേറ്റഡ് ആണ്. അപ്പം നമുക്കും ഈ പറഞ്ഞ റോഷൻ ചോദിച്ച പോലെ ഒരു റിസർച്ച് നടത്തുമ്പോൾ നമുക്കും പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. വേണമെങ്കിൽ ഹീറോയ്ക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള പരിവേഷം കൊടുക്കാൻ കഴിയുമായിരുന്ന ഒരു എന്താ പറയുക ക്ലൈമാക്സും അതിൻ്റെ കഥാതന്തുവാണുള്ളത്. രണ്ട്, വല്ലാത്ത കാപട്യം പ്രകടിപ്പിക്കുന്ന മലയാളി ഓഡിയൻസിനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഇതുപോലുള്ള കാപട്യമുള്ളവർ വേറൊരു വിഭാഗം വേണമെങ്കിൽ ലോകത്തൊന്നും ഉണ്ടാവില്ല. അതായത് ഒരു ഗേ, ഒരു ഹോമോസെക്ഷൽഷിപ്പിൽ ഇടപെടുന്ന ഒരു നായകനാണ്. ഈ രണ്ട് തലമുണ്ട്. ഒന്ന് ഒരു പക്ഷേ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ നിങ്ങൾ, അല്ലെങ്കിൽ തിരക്കഥാകൃത്തുകൾ എന്ന നിലയിൽ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ടുണ്ടാവും. ഈ രണ്ട് ഘടകങ്ങൾ ചേരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു റിപ്പൾസീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാകുക? അതേ ഒരു എക്സ്പ്ലോറേറ്റീവ് ആണോ, ഒരു പരീക്ഷണമാണോ, അതിനകത്ത് വേറെ പുതിയൊരു ഭാഗത്വമാണോ? പലതരത്തിലൊരു ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ അവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആരാണ് സംവിധായകൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അതിനേക്കാൾ സെൻസിറ്റീവായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ഞങ്ങളുടെ പിന്നിലുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം. സട്ടിലായിട്ട്, എന്നാൽ അതിൻ്റെ അർത്ഥവത്തായ രീതിയിൽ, ആർജവത്തോടെ, ധാരാളിത്തമില്ലാതെ, മിതത്വത്തോടെ, അതെ, മലയാളിയെ അമ്പരപ്പിക്കാതെ വളരെ ലളിതമായിട്ട് അവനെ മനസ്സിലേക്ക് കയറ്റി വിട്ടുകൊണ്ട് തന്മയത്വത്തോടെ അതിനെ മേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധായകൻ. ആ കഥാപാത്രത്തിന്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കുമ്പം ആ കഥാപാത്രം നാച്ചുറലി എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് നമ്മളും പോകുന്നതാണ് ഏറ്റവും സിനിമയ്ക്ക് നല്ലത്. ഒരു ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷൻ പോകുന്നതിനേക്കാൾ നല്ലത് ആ ക്യാരക്ടറിന്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ സ്വാഭാവികമായ ഒരു എൻഡിലേക്ക് നമ്മളും എത്തും.